ഹലോ. ഐഷുവിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ റെഡി ആയതാണ്. ഐഷുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി രാത്രി 8 മണിക്കാണ്. ഗൾഫ് കൺട്രീസിൽ ഒരുവിധം എല്ലാ പ്രോഗ്രാംസും രാത്രിയിലാണ് നടക്കുന്നത്. ഇപ്പോഴായി പിന്നെ നമ്മുടെ നാട്ടിലും നൈറ്റ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ അതിപ്പോഴും ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഗൾഫ് കൺട്രീസിൽ നൈറ്റ് ലൈഫിനുള്ള ഫെസിലിറ്റീസൊക്കെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതൊന്നും എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു പൗഡർ പോലും ഞാൻ ഇട്ടിട്ടില്ല. ബിക്കോസ് എൻ്റെ കൂടെയുള്ളവരെല്ലാം കുറച്ച് ഗ്രേറ്റ് ആയിട്ടുള്ള പീപ്പിളാണ്. നമ്മളങ്ങനെ ഒരുങ്ങിയൊന്നും ചെന്നില്ലെങ്കിലും അവരെന്നെ കൺസിഡർ ചെയ്യുന്ന എനിക്ക് നന്നായിട്ടറിയാം. അവരെല്ലാവരും തന്നെ ഹ്യൂമൻ വാല്യൂസ് നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. ഇത് പോകുന്ന വഴികളൊക്കെയാണ്. ആ കാണുന്നതാണ് നെസ്റ്റോ. ഇത്തിൻ സ്ക്വയറിൽ വെച്ചിട്ടാണ് ഐഷുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇത്തിൻ സ്ക്വയർ. ഏകദേശം ഒരു വർഷം ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഇത്തിൻ സ്ക്വയറിൽ ഇവിടെ ഇത്രയും ഡെവലപ്പായിട്ട് വന്നിട്ട്. ഇപ്പോൾ ഇവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു ഏരിയ ആണിത്. ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടി വന്നപ്പോൾ തന്നെ ഐഷു ഓടി വന്നു കേട്ടോ. ഐഷുവിൻ്റെ കോസ്റ്റ്യൂം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും നോർമലായിട്ട് വെസ്റ്റേൺ വെയേഴ്സ്, ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് അതൊക്കെയല്ല യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ഐഷു ഒരു ഇന്ത്യൻ കോസ്റ്റ്യൂം ഇട്ട് വന്നപ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. സിമ്പിൾ ഡെക്കറേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ഒരുമിച്ച് ബലൂൺ വീർപ്പിച്ചു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ബ്ലോ ചെയ്യണ ഒരിതുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേർക്ക് മാത്രമേ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഓഫീസിലുള്ള നിയോ ടീമിന് മാത്രം. അവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. കേക്ക് കട്ടിങ്ങിന് സമയമായിട്ടുണ്ട്. ഐഷു റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേക്ക്. ലുലുന്ന് ഓർഡർ ചെയ്തതാണ്. ആഷിക എന്നാണ് ഐഷുവിൻ്റെ മുഴുവൻ പേര്. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് പേരൊക്കെ വരാനുണ്ടായിരുന്നു. ഇത് ശിവ ആൻഡ് ഫാമിലി. ഇതാണ് കേട്ടോ ഐഷുവിൻ്റെ ഫാമിലി. ഐഷുവിൻ്റെ അമ്മ സുഭാഷിണി, ചേട്ടൻ സുപ്രീത്, അച്ഛൻ മുൻഷേഖർ. ഐഷുവിൻ്റെ വീട് തിരുപ്പതിയിലാണ്. ഇതാണ് കംപ്ലീറ്റ് നിയോ ടീം. ഇവിടെ സലാലയിലെ കാബൂസ് ഹോസ്പിറ്റൽ പുതിയത് പണിയുന്നതിൻ്റെ കൺസൾട്ടൻസിയാണ് ഇവർക്ക്. ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ് എഡ്വേർഡ്, മാനേജറാണ് നിയോയിലെ. നിയോ ടീം മൊത്തമായിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ്. അത്യാവശ്യം നല്ല പാക്കേജൊക്കെ ഉള്ളവരാണെങ്കിലും വളരെ സാധാരണക്കാരെ പോലെയാണ് അവരെല്ലാവരും ബിഹേവ് ചെയ്യുക. എഡ്വേർഡ് ഉൾപ്പെടെ. ഒരിക്കൽ ഇവർ എൻ്റെ വീട്ടിൽ ഓണത്തിന് വന്നിട്ടുണ്ട്. അന്ന് ഓഫീസിൽ മൊത്തം ആൾക്കാരും വന്നിരുന്നു. അറബ്, ഫിലിപ്പീൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ കുറച്ച് സ്പേസ് കുറവുണ്ട് ഹാളിലൊക്കെ. എന്നാലും ശരിക്കും സഹകരിച്ച് നമ്മളുടെ ഓണസദ്യ എങ്ങനെയാണോ ട്രഡീഷണലായിട്ട് കഴിക്കുന്ന ആ സിസ്റ്റം നിലത്തിരുന്ന് വാഴയിലയിൽ അവർ ആസ്വദിച്ചിരുന്ന് കഴിച്ച് അവർ അതിനെപ്പറ്റിയൊക്കെ നല്ല അഭിപ്രായം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഓണത്തിൻ്റെ ഐതിഹ്യങ്ങൾ, കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പണ്ട് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. പണ്ട് പ്ലം കേക്ക് മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. ഇപ്പം എല്ലാം ഇഷ്ടം. ഫുഡ് ടൈം ആയിട്ടുണ്ട്. ഇവിടെ സലാലയിൽ ഇക്ര എന്ന് പറഞ്ഞ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ബിരിയാണി, പൊറോട്ട, പിന്നെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. സുഭാഷിണി ഗുലാബ് ജാമും ചിക്കൻ കറിയൊക്കെ അവളുണ്ടാക്കി, വീട്ടിലുണ്ടാക്കി കൊണ്ടുവന്നു. സാലഡ്സ്, റൈത്ത ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നു. ബ്രിഞ്ചാൾ കറിയും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഹോട്ടലിൽ നിന്ന്.
ഞാൻ പിന്നെ കുറച്ച് നേരം യൂനോ കളിക്കാനിരുന്നു. എനിക്കധികം ഇഷ്ടമല്ല ഈ ഗെയിം. എനിക്ക് റമി അതൊക്കെ തന്നെ ഇഷ്ടം. പിന്നെ ആസ്, അതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാർഡ്സ് ഗെയിം. ഞങ്ങൾ വീട്ടിൽ എല്ലാവരും കൂടുമ്പോൾ കളിക്കുന്ന ഗെയിമാണിത്, ആസ്. പിന്നെ ഇവർ യൂനോൻ്റെ ഓരോ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസും വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനപ്പോൾ അവിടെ നിർത്തിപ്പോയി. ഇത്തിൻ സ്ക്വയറിൽ ഒരു വലിയ ബിഗ് സ്ക്രീനുണ്ട്. അവിടെ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഫുട്ബോൾ വാച്ച് ചെയ്തിരുന്നു. പാർട്ടി കഴിഞ്ഞ് പോകാൻ നേരത്ത് റോഡ് മൊത്തം ബ്ലോക്കായി, ഇറങ്ങാൻ പറ്റുന്നില്ല അവിടെ നിന്ന്. അങ്ങനെ വീണ്ടും അവിടെ പായൊക്കെ ഇട്ട് കിടപ്പായി. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഞങ്ങളിന്ന് നടക്കാൻ പോകാറുണ്ട്, അപ്പോഴും സംസാരിക്കും. അവിടെ ഇങ്ങനെ കിടന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, കുറേയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവൾ നല്ല കുട്ടിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ. അവസാനം ഏതോ ഒരു സുഡാനി വന്ന് അടിയുണ്ടാക്കി പോലീസിനെ വിളിച്ച് ബ്ലോക്കൊക്കെ മാറ്റി ഞങ്ങൾ വീണ്ടും വീട്ടിൽ തിരിച്ചെത്തി. ഇവിടെ കണ്ടോ, ഇഷ്ടം പോലെ സ്ഥലം, എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് UAE ഒരു കമ്പാരിസൺ വരും കേട്ടോ. അവിടെ ഇങ്ങനെ പാർക്കിങ്ങിനൊന്നും സ്ഥലം കിട്ടിയില്ല, നല്ല മോമോൻ്റെ ഫാമിലി നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 12 മണി 1 മണി സമയത്ത് അവരിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് കയറി പോന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഐശുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി.